ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മൾ ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള മിക്സ്ചറാണ് പരിചയപ്പെടുന്നത്. എണ്ണയൊന്നും അധികം ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മിക്സ്ചറാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ മിക്സ്ചറിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, അധികം കുറച്ച് മധുരം, കുറച്ച് എരി, കുറച്ച് പുളി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ്ചറാണ് കേട്ടോ. നമ്മളപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെട്ടാലോ. ആദ്യമേ തന്നെ ഞാനൊരു 3 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, ഒരു 5-6 മിനിറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വറുത്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ പെട്ടെന്ന് പൊടിയുന്നുണ്ടെങ്കിൽ അവൽ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി ആ ഫ്രൈ പാനിൽ തന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ്ചറിന് ടോട്ടൽ ഈ ഒരു എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നാളികേരത്തിൻ്റെ കൊത്ത് ഇതേപോലെ ഈ ഒരു വലിപ്പത്തിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അധികം ചുമക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഒരു 1/4 കപ്പ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ബദാമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം 1/4 കപ്പ് അളവാണ്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനിയും ചേർക്കേണ്ടത് കപ്പലണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കപ്പലണ്ടിയാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് കപ്പലണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ച കപ്പലണ്ടി ആണെങ്കിൽ നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട് കപ്പലണ്ടി വറുത്തതിന് ശേഷം മാത്രമേ നാളികേരത്തിന് കൊത്തു ഇടാവൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി റോസ്റ്റഡ് കപ്പലണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയും റോസ്റ്റഡാണ്, അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇതെല്ലാം ചേർക്കുന്നത് കേട്ടോ. അതായത് പച്ചയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊരു 3-4 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊരു 1/4 കപ്പ് മതി. പൊട്ടുകടലയും കപ്പലണ്ടിയുമാണ് നമ്മൾ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് കോൺഫ്ലെക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലെക്സ് ആണ്. അതോടെ ഇട്ടിട്ട് നമുക്കിതിലേക്ക് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിത് കുറേ സമയം ഈ എണ്ണയിലിട്ടിങ്ങനെ വഴറ്റുന്നതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ അതിലേക്കൊരു 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ്ചറിൽ എത്ര കറിവേപ്പില ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഞാനൊരു 4 തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി നമുക്ക് മസാലയൊക്കെ ചേർക്കണം. അപ്പോൾ നടുവിൽ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ആക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ഒരു 3 പിഞ്ച് കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ പിന്നെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമേ ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലും കോൺഫ്ലെക്സും എല്ലാം കൂടെ ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ അത് നമ്മളൊരു ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ വറുത്തെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നല്ല ചുമക്ക വറുത്തെടുക്കണമെന്നില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അവിലിട്ടതിന് ശേഷം നമ്മൾ ഒന്നിച്ചിട്ട് ഇളക്കാൻ പാടില്ല, ചിലപ്പോൾ അത് പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 2 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോരി നമ്മൾ എടുത്തിടുക. അപ്പോൾ അവിലും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നല്ല അടച്ചുറപ്പുള്ള ടിന്നിൽ ഇട്ട് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണേലും ഇരിക്കും. അപ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റി പെട്ടെന്ന് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു മിക്സ്ചറാണ്, ഹെൽത്തി മിക്സ്ചറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.